ഹലോ ഗൈസ്, ഹാപ്പി ഈസ്റ്റർ. ഇന്ന് ഈസ്റ്ററായിട്ട് നമുക്ക് രാവിലെ തന്നെ ആങ്കർ സ്റ്റേഷൻ ഉണ്ടായിരുന്നു. പനാമയിൽ ആങ്കർ ഇട്ട് നമ്മളിപ്പം വന്നതേ ഉള്ളൂ. ഇനിയിപ്പം ഈസ്റ്റർ പാർട്ടി ഉണ്ട് ഉച്ചയ്ക്ക്. അപ്പം അതിന് മുമ്പേ ഞാനും ചീഫും കേക്ക് ഉണ്ടാക്കാനായിരുന്നു പ്ലാൻ. അപ്പം നമുക്ക് ഗാരിയിലോട്ട് പോയി ചീഫ് കുക്കിനെയൊക്കെ ഹെൽപ്പ് ചെയ്ത് കേക്കൊക്കെ ഉണ്ടാക്കാം. അപ്പോൾ ഞാൻ ആദ്യമേ പോണത് നമ്മളുടെ ഷിപ്പിലെ ഗാലിയിലോട്ടാണ്. ഇതാണ് നമ്മളുടെ മെസ് റൂമിൻ്റെ അകത്താണ് ഗാലി ഉള്ളത്. ഇവിടെയാണ് നമ്മളുടെ ഫുഡൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ കേക്ക് ഉണ്ടാക്കാൻ വേണ്ടി ആദ്യമേ 3 കേക്ക് മിക്സ് എടുത്തിട്ടുണ്ട്. ഇതൊക്കെ ഓൾറെഡി ഷിപ്പിലെ പ്രൊഫഷണൽ സ്റ്റോറിൽ കാണും. ഇടയ്ക്ക് ഈ പാർട്ടിയൊക്കെ വരുമ്പോൾ കേക്ക് ഉണ്ടാക്കാൻ വേണ്ടി ഓൾറെഡി എടുത്തു വെച്ചിരിക്കുന്നതാണ്. പിന്നെ അതാ ഈ വരുന്നതാണ് നമ്മളുടെ ഷിപ്പിലെ GS. പുള്ളിക്കാരൻ നല്ല തിരക്കിലാണ്, എന്തൊക്കെയോ കാര്യമായിട്ട് ഉണ്ടാക്കുന്നുണ്ട്. അണ്ണൻ്റെ ഈസ്റ്റർ എഗ്സ് ആണോ ഇത്? ഈസ്റ്റർ സ്പെഷ്യൽ എഗ്സ് ആണോ ഇത്? GS മാത്രമല്ല, നമ്മളെ ചീഫ് കുക്കും രാവിലെ തുടങ്ങിയ പണിയാണ്. ഞാനും ചീഫ് ഓഫീസറും ഇപ്പം വാച്ച് കഴിഞ്ഞ് വന്നതേ ഉള്ളൂ. അപ്പം തന്നെ ഇവർ ഒരുവിധമുള്ള എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഈ വരുന്നതാണ് നമ്മളുടെ ചീഫ് കുക്ക്. പുള്ളിക്കാരൻ ഓരോ ഡിഷസും ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. പുള്ളി ഓരോന്നും ഇങ്ങനെ കഴിയും തോറും ഓരോ ഡിഷസും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ബിരിയാണി റൈസൊക്കെ സെറ്റാക്കിയിട്ടുണ്ട് രാവിലെ തന്നെ. നമ്മളെ ചീഫ് സാറ് തകർത്ത് എന്തൊക്കെയോ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പുള്ളിക്ക് നല്ല കുക്കിംഗ് ഒക്കെ അറിയാം. ഇപ്പോൾ എൻ്റെ അടുത്ത് ഇത് ഫ്രീസറിൽ കൊണ്ടുവയ്ക്കാൻ പറഞ്ഞിട്ടുണ്ട്. കുറച്ച് നേരം ഫ്രീസറിൽ വയ്ക്കണം. അങ്ങനെ നമ്മൾ കുക്ക് ചെയ്യാൻ വെച്ച ചിക്കൻ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ചീഫ് കുക്ക് അടിപൊളി മസാലയൊക്കെ ഇട്ട് നല്ല അടിപൊളി ചിക്കൻ റെഡിയാക്കിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ മെയിൻ ഐറ്റത്തിൻ്റെ പരിപാടി തുടങ്ങിയിട്ടുണ്ട്. ഞാനും ചീഫ് ഓഫീസറും. ബാക്കിയെല്ലാം നിങ്ങൾ നോക്കിക്കോ. കേക്കിൻ്റെ കാര്യം ഞങ്ങൾ ഏറ്റു. കേക്കിൻ്റെ ഫുൾ കോൺട്രാക്റ്റ് നമ്മളാണ് എടുത്തിരിക്കുന്നത്. നമ്മളല്ല, ചീഫ് സാറാണ് എല്ലാം ഉണ്ടാക്കുന്നത്. എനിക്ക് കാര്യമായിട്ടൊന്നും അറിഞ്ഞുകൂടാ, ജസ്റ്റ് കൂടെ നിൽക്കുന്നതേ ഉള്ളൂ. അങ്ങനെ കേക്കിൻ്റെ ക്രെഡിറ്റ് ചീഫ് ഒറ്റയ്ക്ക് അടിച്ചെടുക്കണ്ടെന്ന് വെച്ച് ഞാനും വാങ്ങിച്ചടിച്ചിട്ടുണ്ട്. ഞാനും അടിച്ച് തകർത്ത് മിക്സ് ചെയ്യാണ്. ഇനി കണ്ടറിയാം എന്ത് സംഭവിക്കുമെന്ന്. അങ്ങനെ അത് ഒഴിച്ചിട്ടുണ്ട്. ഇനിയിപ്പം നമുക്ക് കപ്പ് കേക്ക്സിന് വേണ്ടി ബട്ടർ പേപ്പർ കട്ട് ചെയ്തെടുക്കണം. അങ്ങനെ അതിപ്പം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് നമ്മളുടെ മിക്സ് ഒഴിച്ച് കൊടുക്കാം. ഇത് നമ്മൾ സെപ്പറേറ്റ് ഉണ്ടാക്കിയതൊന്നുമില്ല, നേരത്തെ യൂസ് ചെയ്യുന്നതിൻ്റെ ബാക്കി വന്ന സെയിം മിക്സാണ്. ഇനി നമ്മളുടെ ചീഫ് കുക്ക് കേക്ക് ബേക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിന് കുറച്ച് സമയം വേണം ഇത് റെഡിയായിട്ട് വരാൻ. ആ ടൈമിൽ നമ്മൾ ഇതിന് വേണ്ടിയിട്ടുള്ള ക്രീം ഉണ്ടാക്കാനാണ് പ്ലാൻ ചെയ്യുന്നത്. നമ്മളെ മെയിൻ കേക്കിനും കപ്പ് കേക്ക്സിനുള്ള ക്രീം ഇവിടെ നമ്മളെ ചീഫ് കുക്ക് ഒന്നിട്ട് പുറകെ ഒന്നായിട്ട് ഓരോന്നിങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ അതാണ്ട് ഓരോ ബജിയും ഓരോ പക്കോടയും എങ്ങാണ്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളെ GS ഇവിടെ കൊഞ്ച് ഒലത്തിക്കൊണ്ടിരിക്കുകയാണ്. പുള്ളിക്കാരൻ അടിപൊളിയായിട്ട് എല്ലാം റെഡിയാക്കിയിട്ടുണ്ട്. പുള്ളിക്കാരനും ഇവിടെ നല്ല തകർത്ത് ടഫ് കോമ്പറ്റീഷൻ ചീഫ് കുക്കിന് കൊടുക്കുകയാണ്. ഇവിടെ വലിയ വഴുതനങ്ങയൊക്കെ കട്ട് ചെയ്ത് മസാലയൊക്കെ തേച്ചിട്ടിട്ടുണ്ട്. വഴുതനങ്ങ ബജ്ജി ഉണ്ടാക്കിയാണെന്ന് തോന്നുന്നു. അങ്ങനെ വെയിറ്റ് ചെയ്തിരുന്ന് നമ്മളെ കേക്ക് റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് സെറ്റായിട്ട് മെയിൻ കേക്ക് ആയാലും കപ്പ് കേക്ക്സ് ആയാലും റെഡി ആയിട്ടുണ്ട്. ഓരോന്നായിട്ട് നമ്മളെ ചീഫ് ഓഫീസർ പുറത്തെടുത്തുകൊണ്ടിരിക്കുകയാണ്. പാവം എൻ്റെ ചീഫ് കേക്ക് ഉണ്ടാക്കി കുഴഞ്ഞെന്ന് തോന്നുന്നു പാവം. അപ്പോൾ ഇനി നമുക്ക് കേക്കിന് ക്രീം തേച്ച് കൊടുക്കാം. ക്രീമൊക്കെ ബേക്ക് ചെയ്യുന്ന സമയം നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പം ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി, കവർ ചെയ്ത്. ഇതിപ്പം നിങ്ങൾ കാണുന്നത് എൻ്റെ കലാവിരുദ്ധകളാണ്. അപ്പം ഞാൻ ക്രീമും പീനട്ട് ബട്ടറും ചോക്ലേറ്റ് സിറപ്പും ബദാമൊക്കെ വെച്ച് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്കിവിടെ വെജ് റോളുണ്ട്, കൊഞ്ചൊലത്തിയതുണ്ട്, ചിക്കൻ ഷവായി ഉണ്ട്, വെജ് പക്കോടയുണ്ട്, വഴുതനങ്ങ ബജിയുണ്ട്, ചിക്കൻ നഗറ്റ്സ് ഉണ്ട്, സമൂസയുണ്ട്, ഉള്ളി ബജിയുണ്ട്, പനീർ ബജിയുണ്ട്, പിന്നെ നമ്മളുടെ കപ്പ് കേക്ക്സ് ഉണ്ട്. പിന്നെ ഇവിടെ നമ്മളെ സലാഡ്സൊക്കെ റെഡിയാണ്. അതുകൂടാതെ ഇവിടെ നമ്മളുടെ വെജ് ബിരിയാണിയും ചിക്കൻ ബിരിയാണിയും എല്ലാം റെഡിയാണ്. എല്ലാം നമ്മളുടെ ടേബിളിൽ കൊണ്ടുവച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഒന്നും നോക്കണ്ട, അറ്റാക്ക്. അങ്ങനെ എല്ലാവരും കഴിച്ചു തുടങ്ങിയിട്ടുണ്ട്. നമ്മളെ 4th എഞ്ചിനീയർ പാട്ട് തുടങ്ങിയിട്ടുണ്ട്.
ഇനി നമുക്ക് മൂവി നൈറ്റ് ആണ്. രാത്രി നമ്മൾ ബ്രിഡ്ജ് വിങ്ങിൽ മൂവി നൈറ്റ് ആണ്. അപ്പം നമുക്ക് ബ്രിഡ്ജിൽ പോയി TV ഒക്കെ സെറ്റ് ചെയ്യണം. അപ്പം നമുക്ക് ഈ ബ്രിഡ്ജിലോട്ട് പോകാം. എന്തോ ഭാഗ്യത്തിന് ഈസ്റ്റർ ആയിട്ട് പനാമ ആങ്കറേജ് കിട്ടിയോണ്ട് മാത്രമാണ് നമുക്ക് ഈ ബ്രിഡ്ജ് വിങ്ങിൽ മൂവി കാണാൻ പറ്റുന്നത്. അല്ലെങ്കിൽ ഓപ്പൺ സീയിലാണെങ്കിൽ നാവിഗേഷനൊക്കെ ഉള്ളതുകൊണ്ട് ഇത് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഇവിടെ എല്ലാവരും ബെഡൊക്കെ കൊണ്ടിട്ട് TV ഒക്കെ സെറ്റ് ചെയ്ത് ലൈറ്റൊക്കെ ഇട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് മൂവി കാണാം. അപ്പോൾ നമ്മുടെ മൂവി തുടങ്ങിയിട്ടുണ്ട്. ഹീറോയുടെ ഇൻട്രോ ആണ് നിങ്ങൾ ഈ കാണുന്നത്. അങ്ങനെ മൂവിയൊക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് ഡിന്നർ പാർട്ടി ഉണ്ട്. 2 പഞ്ചാബികളുടെ കൂടെ പഞ്ചാബി ഡാൻസ് കളിക്കാൻ കഷ്ടപ്പെടുകയാണ് ഞാൻ.